ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അതിന് ഞാൻ സെലക്ട് ചെയ്ത സലൂൺ വന്നിട്ട് വിൻറ്റേജ് യൂണിസെക്സ് സലൂണാണ് കേട്ടോ. നമ്മളുടെ എറണാകുളം മുല്ലശ്ശേരി കനാൽ റോഡിലുള്ള സലൂണാണ്. പുറത്തുനിന്ന് കണ്ടപ്പോഴേക്കും ഞാൻ വെച്ചു സാധാ ഒരു സലൂണാണെന്ന്. പക്ഷേ അകത്തോട്ട് കയറിയപ്പോഴേക്കും ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ വർക്ക്സ് ആട്ടോ അവർ ചെയ്തേക്കുന്നത്. എല്ലാ മുക്കും മൂലയും അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടാട്ടോ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈവൻ ആ വാൾപേപ്പേഴ്സ് ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, പ്രൊഫൈൽ ലൈറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാം നല്ല ഭംഗിയായിരുന്നു. ആൻഡ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എല്ലാം നല്ല അടിപൊളി പ്രൊഡക്ട്സും ആയിരുന്നു. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ആ ഒരു തീമിലൊക്കെയാണ് ആ ഒരു സലൂൺ ഇരുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യാൻ വന്നത് ഹൈഡ്രാ ഫേഷ്യലാണ്. അപ്പോൾ ഇതാട്ടോ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്ന റൂം. കുട്ടി റൂമാണെങ്കിലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം യൂസ് ചെയ്ത് ഫേസ് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുകയാണ് ഫസ്റ്റായിട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്ത് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തു, കഴുത്തിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം നല്ലൊരു മസാജ് കൊടുത്തു കേട്ടോ. എൻ്റെ അമ്മ ഈ ഒരു മസാജ് ഉണ്ടല്ലോ വേറെ ലെവലായിരുന്നു. എന്തൊരു റിലീഫായിരുന്നു എന്നറിയോ. ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്, കാരണം കുറേ അധികം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മസാജിങ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ക്രീം മൊത്തം സ്വൈപ്പ് ചെയ്തെടുക്കുക ചെയ്തത്. ഇതൊരു ബ്ലേഡ് പോലത്തെ ഒരു മെഷീനാണ് കേട്ടോ. എന്ത് മെഷീനാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അത് കഴിഞ്ഞിട്ട് അത് മൊത്തം ക്രീം സ്വൈപ്പ് ചെയ്തെടുത്തു. ഫുൾ മൂക്കിലും എല്ലായിടത്തും ഉണ്ടായിരുന്ന ക്രീംസ് മൊത്തം സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം വീണ്ടും അപ്ലൈ ചെയ്തു കേട്ടോ. ഇവരെല്ലാം കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില സ്ഥലത്തൊക്കെ ഫേസ് മാത്രമേ ചെയ്യുള്ളൂ, കഴുത്തും കൂടെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള നമ്മുടെ ഓരോ ജോയിൻസൊക്കെ നല്ല രീതിയിലാട്ടോ അവർ മസാജ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അത് മൊത്തം സ്വൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു മെഷീൻ വെച്ചിട്ട് സർക്കുലർ മോഷനിലാണ് മസാജ് ചെയ്തത്. ഇതൊരു കൂളിംഗ് ആയിട്ടുള്ളൊരു ഫീലായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഭയങ്കര റിലീഫായിരുന്നു. ഞാൻ ഇങ്ങനെ ഉറങ്ങി പോവുമായിരുന്നു. ശരിക്കും ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെ ഉറങ്ങി പോവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫേസിൽ വീണ്ടും ഈ ഒരു വൈറ്റ് ക്രീം യൂസ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് ഫുൾ ഫേസിലും കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അത് വീണ്ടും ഒന്ന് സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്യും. ഇതെനിക്ക് തോന്നുന്നു വേറെ മെഷീനാണ് കേട്ടോ, മറ്റേ മെഷീനല്ല. ഇതൊരു ബോൾസാണ് അതിൻ്റെ അടിയിൽ വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മളുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ വെള്ളം യൂസ് ചെയ്ത് സക്ക് ചെയ്തെടുക്കായിരുന്നു. ഇത് കുറച്ച് പെയിൻഫുള്ളായിരുന്നു, ഭയങ്കര പെയിൻഫുള്ളൊന്നുമല്ല. എന്നാലും ഇതിങ്ങനെ സക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കേണ്ടത്, ചേച്ചി വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മെഷീൻ വെച്ചിട്ട് വീണ്ടും നമ്മളുടെ ഫേസ് നല്ല രീതിയിൽ മസാജ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്പ്രേ യൂസ് ചെയ്തിട്ട് ഫേസിൽ മൊത്തം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സെക്ഷൻ കേട്ടോ. അയ്യോ എന്ത് സുഖമാണെന്ന് അറിയോ അത് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഫേസിലേക്ക് ഇങ്ങനെ വാട്ടർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഓയിൽ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫേസിലേക്ക് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ടൊരു കാർട്ടൂണും സിനിമയൊക്കെ ഉണ്ടായിരുന്നു, ദ മാസ്ക് എന്നാണെന്ന് തോന്നുന്നു, പേര് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ തന്നെ അതായിട്ടാണ് തോന്നിയത്. ആ ഒരു പച്ച കളർ മാസ്ക് ഒക്കെ ഇട്ടപ്പോഴേക്കും എനിക്ക് അതാട്ടോ ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ടൊന്ന് ഞാൻ ചെറുതായിട്ട് മയങ്ങിയതിന് ശേഷം ഈ ഒരു ക്രീം മൊത്തം മസാജ് ചെയ്ത് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ മെയിനായിട്ടുള്ള സംഭവമാണ് ഈ ഒരു മാസ്ക് കേട്ടോ. ഇതിട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തു. അതോടെ നമ്മളുടെ ഹൈഡ്രാ ഫേഷ്യൽ തീർന്നു കേട്ടോ. ഇത്രയും പ്രൊസീജിയറാണ് ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ നേരത്തെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയത് ഹെയർ സ്പാ ചെയ്യാനായിട്ടാണ്. എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെയർ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഹെഡ് മസാജ് ഉണ്ടായിരുന്നു. ഹെഡ് മസാജ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരു ഒന്നൊന്നര മസാജാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. കഴുത്തിലും കയ്യും ഒക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് തന്നായിരുന്നു. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ മുടിയിൽ ഈ ഒരു മെഷീൻ വെച്ചിട്ട് കോംബ് ചെയ്യുമായിരുന്നു. ഇതെന്ത് മെഷീനാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നൊരു മെഷീനാണ്. അത് കഴിഞ്ഞിട്ട് ഹെയർ നല്ല രീതിയിൽ സ്റ്റീം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പെഡിക്യൂറും മാനിക്യൂറും ചെയ്യാനായിട്ടാണ്. ആക്ച്വലി ഇത് വെള്ളമല്ല കേട്ടോ, ഇതൊരു ജെല്ലാണ്. നല്ല രസമാട്ടോ. അതിൽ കയ്യും കാലൊക്കെ മുക്കി വെച്ചിരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെയിൽസിലൊക്കെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇളം ചൂടിൽ കാല് കുറച്ച് നേരം വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യൂട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലിൽ. അതിനുശേഷം കയ്യിലെ നെയിൽസിലും ആ ഒരു ക്രീം അപ്ലൈ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഡീറ്റാൻ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാലിൽ. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കാല് മസാജ് ചെയ്ത് തന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാലിന് കുറച്ച് വേദന ഉള്ള ഒരാളാണ്, പക്ഷേ എനിക്ക് നല്ല റിലീഫാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് തോന്നിയത്. ഈ ഒരു റോളറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വ്യത്യാസം തോന്നിട്ടോ. എനിക്ക് കാലിന് നല്ല ചേഞ്ചാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ആ ചേഞ്ച് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ഫീൽ ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ഫിംഗേഴ്സ്, നമ്മുടെ കയ്യിലെ ഫിംഗേഴ്സിലെ ക്യൂട്ടിക്കിൾസും പിന്നെ അതുപോലെ തന്നെ ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് കയ്യിലും ചെയ്തത്. കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ സ്പാ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചോക്ലേറ്റ് ഷേക്കും അതുപോലെ തന്നെ ഒരു ഷവർമയും കിട്ടിയിട്ടോ. കാരണം ഞാൻ 12 മണിക്ക് വന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 6:30 മണിയായിട്ടുണ്ടാവും. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഉണക്കി സെറ്റായി. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു മുടി ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടനാട്ടോ നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് തരുന്നത്. കുറച്ചധികം പാടുപെട്ടു. കാരണം വെച്ചാൽ എൻ്റെ മുടി ട്രീറ്റഡ് ആയതുകൊണ്ട് സെറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നാലും ആ ചേട്ടൻ മാക്സിമം ട്രൈ ചെയ്ത് എൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ സലൂണിൻ്റെ ഓണർ, സീത എന്നാണ് പേര്. ആൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എന്തായാലും നിങ്ങളൊന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് ഇവിടുത്തെ എല്ലാ സർവീസസും അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ബൈ.